ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു ലൈവ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 6ാമത്തെ ലൈവ് ക്വിസാണിത്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ ലൈവ് ക്വിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലൈവ് ക്വിസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. നമ്മൾ ചോദ്യം ചോദിക്കുകയും നിങ്ങൾ ഉത്തരം പറയുന്നതും പോലെയാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ടൈമർ തന്നിട്ടുണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ലൈവ് ക്വിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഉടൻ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും നൽകിയതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ബോണസ് ക്വസ്റ്റ്യൻ എന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഡൽഹിക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം കൊൽക്കത്തയാണ്. പണ്ട് ഇതറിയപ്പെട്ടിരുന്നത് കൽക്കുട്ട എന്നാണ്. അപ്പോൾ കൊൽക്കത്തയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ ദേവനന്ദ്, കാവ്യ സേതു, വൈഗ ആർ, മുഹമ്മദ് അഫ്നാൻ, ആയിഷ ഷെരീഫ്, അതിഷ്, കാർത്തിക് ദേവ്, ശ്രീനിധി വി സന്തോഷ്, അലകനന്ദ, മുഹമ്മദ് ഫിറാഷ്, നാവ്സിയ, അതുപോലെ തന്നെ ഷൻദേവ്, ഇവാൻ ആദം, അനന്യ അനീഷ്, പ്രതിഭ വൈഗ എന്നിവരാണ്. ഇതുപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട ശേഷം ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് അഥവാ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കളിയാക്കി വിളിച്ച പേരേതായിരുന്നു? ഉത്തരം ശിപ്പായി ലഹള. ബ്രിട്ടീഷുകാർ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കളിയാക്കി വിളിച്ച പേരാണ് ശിപ്പായി ലഹള. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ജനറൽ ഡയറിനെ വധിച്ച ദേശാഭിമാനി ആരാണ്? ഉത്തരം ഉത്തം സിംഗ്. അതായത് ജനറൽ ഡയറിനെ വധിച്ച ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ജനറൽ ഡയർ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജാലിയൻ വാലാബാഗിലെ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയ ബ്രിട്ടീഷ് അധികാരിയാണ് ജനറൽ ഡയർ. ആ ജനറൽ ഡയറിനെ കൊന്ന ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഉത്തരം പിംഗലി വെങ്കയ്യ. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്?
ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ്? അടുത്ത ചോദ്യം ഇതാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം മണികർണിക. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക. ഉത്തരം മണികർണിക. 9ാമത്തെ ചോദ്യം ഇതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗാന്ധിജി തടവിൽ പാർത്തിരുന്ന ജയിൽ ഏതാണ്? ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആഗാഖാൻ കൊട്ടാരം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗാന്ധിജി തടവിൽ പാർത്തിരുന്ന ജയിലാണ് ആഗാഖാൻ കൊട്ടാരം. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ഉത്തരം 1919 ഏപ്രിൽ 17. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് 1919 ഏപ്രിൽ 13. 11ാമത്തെ ചോദ്യം ഇതാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയായ സംഭവം ഏതാണ്? ഉത്തരം ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയായ സംഭവമാണ് ചൗരി ചൗര സംഭവം. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ചൗരി ചൗര സംഭവം. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം. എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം? ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? 12ാമത്തെ ചോദ്യം ഇതാണ്. ക്വിറ്റ് ഇന്ത്യ ദിനം എപ്പോഴാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9-ാം തീയതിയാണ്. ഉത്തരം ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9-ാം തീയതിയാണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആര്? നമ്മുടെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയുക. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം. ജയ് ഹിന്ദ് എന്ന് ആഹ്വാനം നൽകിയത് ആരാണ്? ജയ് ഹിന്ദ് എന്ന ആഹ്വാനം ആദ്യമായി നൽകിയത് ആര്? ജയ് ഹിന്ദ് എന്ന് ആദ്യമായി ആഹ്വാനം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ PDF ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇങ്ങനെയാണ്. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ അരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 24. ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24 ആണ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 24. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ തന്നെ ഏറ്റവും എളുപ്പമുള്ള ബോണസ് ക്വസ്റ്റ്യനാണിത്. നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഉത്തരം രേഖപ്പെടുത്തുക. അപ്പോൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി 6 ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ
വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് നിർബന്ധമായും കാണുക. ഈ വീഡിയോസിലെല്ലാമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ നിർബന്ധമായും കാണുക. മറ്റ് ലൈവ് വീഡിയോസ് ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ കയറി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.